സീറോ മലബാർ സഭയുടെ 34ാമത് മെത്രാൻ സിനഡിന്റെ രണ്ടാം സമ്മേളനത്തിന് സഭയുടെ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ തുടക്കമായി. സമ്മേളനത്തിന്റെ ആരംഭത്തിൽ ഇരിങ്ങാലക്കുട രൂപതാധ്യക്ഷൻ മാർ പോളി കണ്ണുകാടൻ പങ്കുവച്ച ധ്യാനചിന്തകൾ സിനഡിന്റെ ആത്മീയ ഒരുക്കത്തിന് വഴികാട്ടിയായി. തുടർന്ന് സിനഡ് പിതാക്കന്മാർ ഒരുമിച്ചർപ്പിച്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സീറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സിനഡ് സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. പ്രാർത്ഥനയിലും പരസ്പര ശ്രവണത്തിലും ദൈവഹിതാന്വേഷണത്തിലുമാണ് സിനഡ് മുന്നോട്ടു പോകേണ്ടതെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് ഉദ്ഘാടന സന്ദേശത്തിൽ പറഞ്ഞു. സഭ നേരിടുന്ന ഇന്നത്തെ വെല്ലുവിളികൾക്ക് സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ മറുപടി നൽകാൻ ആത്മീയവും അജപാലനപരവുമായ നവീകരണം അനിവാര്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സീറോ മലബാർ സഭ കൂടുതൽ പ്രേക്ഷിതാഭിമുഖ്യവും തീക്ഷ്ണതയുമുള്ള സഭയായി മാറിക്കൊണ്ട് സഭയുടെ ദൗത്യം ജീവിത സാഹചര്യങ്ങളിലേക്ക് ധൈര്യപൂർവ്വം വ്യാപിപ്പിക്കുകയും സുവിശേഷ സന്ദേശം പുതിയ മേഖലകളിലേക്കും ജനവിഭാഗങ്ങളിലേക്കും എത്തിക്കുകയും വേണമെന്നും മാർ റാഫേൽ തട്ടിൽ പിതാവ് പറഞ്ഞു. കൃത്രിമ ബുദ്ധിയുടെ കാലഘട്ടത്തിൽ മനുഷ്യാന്തസ്സും സ്വാതന്ത്ര്യവും സത്യവും സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ പ്രാധാന്യവും മേജർ ആർച്ച് ബിഷപ്പ് ചൂണ്ടിക്കാട്ടി. പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ തന്റെ പ്രഥമ ചാക്രിക ലേഖനമായ മാഗ്നിഫിക്ക ഹ്യൂമാനിത്താസിൽ നൽകിയ ഉദ്ബോധനത്തിന്റെ വെളിച്ചത്തിൽ സാങ്കേതിക വിദ്യയെ ഭയത്തോടെ നിരസിക്കുകയോ വിവേചനരഹിതമായി സ്വീകരിക്കുകയോ ചെയ്യാതെ മനുഷ്യന്റെ നന്മയ്ക്കും സമഗ്ര വികസനത്തിനും പൊതുനന്മയ്ക്കും ഉപകരിക്കുന്ന വിധത്തിൽ ഉപയോഗിക്കാൻ സഭാംഗങ്ങളെ പരിശീലിപ്പിക്കണമെന്നും മാർ റാഫേൽ തട്ടിൽ പിതാവ് ഓർമ്മിപ്പിച്ചു. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യദിനത്തിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോഹണ തിരുനാളിന്റെയും പശ്ചാത്തലത്തിൽ രാജ്യനിർമ്മാണത്തിലുള്ള സഭയുടെ ഉത്തരവാദിത്തവും എടുത്തുപറഞ്ഞ മേജർ ആർച്ച് ബിഷപ്പ് എല്ലാ പൗരന്മാരുടെയും അന്തസ്സും നീതിയും സമത്വവും മനസാക്ഷിയുടെ സ്വാതന്ത്ര്യവും ഉറപ്പാക്കുന്ന സമൂഹ നിർമ്മാണത്തിൽ സഭ പ്രതിജ്ഞാബദ്ധമായി തുടരുമെന്ന് വ്യക്തമാക്കി. സിനഡിലെ തീരുമാനങ്ങൾ വ്യക്തിപരമായ താൽപര്യങ്ങളെക്കാൾ സഭയുടെ പൊതുനന്മയും കൂട്ടായ വിവേചനവും മുൻനിർത്തിയാകണമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് ഓർമ്മിപ്പിച്ചു. സിനഡാലിറ്റി എന്നത് അഭിപ്രായങ്ങളുടെ മത്സരമല്ല, പരിശുദ്ധാത്മാവിന്റെ മാർഗനിർദ്ദേശത്തിൽ മെത്രാൻമാർ ഒരുമിച്ച് ദൈവഹിതം അന്വേഷിക്കുന്ന പ്രക്രിയയാണ്. തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിലും അവ നടപ്പാക്കുന്നതിലും ഐക്യവും കൂട്ടായ ഉത്തരവാദിത്തവും അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷനും സീറോ മലബാർ സഭയുടെ മതബോധന കമ്മീഷൻ ചെയർമാനുമായ മാർ ജോസ് പുളിക്കൽ പിതാവ് അന്താരാഷ്ട്ര മതബോധന കൗൺസിൽ അംഗമായി 5 വർഷത്തേക്ക് നിയമിതനായതിനാൽ മേജർ ആർച്ച് ബിഷപ്പ് സന്തോഷം രേഖപ്പെടുത്തി. സാർവത്രിക സഭയുടെ മതബോധന ദൗത്യത്തിന് അദ്ദേഹത്തിന്റെ അജപാലന അനുഭവവും വൈദഗ്ധ്യവും വിലപ്പെട്ട സംഭാവന നൽകുമെന്ന് മാർ റാഫേൽ തട്ടിൽ പിതാവ് പ്രത്യാശ പ്രകടിപ്പിച്ചു. മെത്രാഭിഷേകത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിനെയും പൗരോഹിത്യത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന മാർ ആൻഡ്രൂസ് താഴ്ത്ത് പിതാവിനെയും മെത്രാഭിഷേകത്തിന്റെ രജത ജൂബിലി ആഘോഷിക്കുന്ന എമിരറ്റസ് മാർ ജോസഫ് പെരുന്തോട്ടം പിതാവിനെയും മാർ സെബാസ്റ്റ്യൻ എടയന്ത്രത്ത് പിതാവിനെയും മേജർ ആർച്ച് ബിഷപ്പ് പ്രത്യേകം അനുമോദിക്കുകയും അവരുടെ ത്യാഗപൂർണമായ ശുശ്രൂഷകൾക്ക് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. 2026 ജനുവരി 25 നിര്യാതനായ ഗോരഖ്പൂർ രൂപതയുടെ പ്രഥമ മെത്രാൻ മാർ ഡൊമിനിക് കൊക്കാട്ട് CSTയെയും 2026 ജൂലൈ 19 നിര്യാതനായ രാജ്കോട്ട് രൂപതയുടെ മുൻ മെത്രാൻ മാർ ഗ്രിഗറി കരട്ടേമ്പറൽ CMIയെയും മേജർ ആർച്ച് ബിഷപ്പ് അനുസ്മരിക്കുകയും സുവിശേഷ ദൗത്യത്തിലും മിഷൻ പ്രവർത്തനങ്ങളിലും ദരിദ്രരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ശുശ്രൂഷയിലും ഇരുവരും നൽകിയ സംഭാവനകളെ നന്ദിപൂർവ്വം എടുത്തുപറയുകയും ചെയ്തു. സിനഡിന്റെ പ്രവർത്തനങ്ങൾ കൂട്ടായ്മ, പങ്കാളിത്തം, ദൗത്യം എന്നീ 3 അടിസ്ഥാന മനോഭാവങ്ങളോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ മേജർ ആർച്ച് ബിഷപ്പ് സിനഡ് പിതാക്കന്മാരെ ആഹ്വാനം ചെയ്തു. സഭയുടെ നന്മയും ദൈവത്തിന്റെ മഹത്വവും മാത്രം ലക്ഷ്യമാക്കി സിനഡൽ യാത്ര തുടരണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഓഗസ്റ്റ് 17 മുതൽ 28 വരെ നടക്കുന്ന സിനഡിൽ സഭയുടെ അജപാലന, ആരാധനക്രമ, കാനോനിക, ഭരണപരമായ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഇന്ത്യയിലും വിദേശത്തുമായി സേവനം ചെയ്യുന്നവരും അജപാലന ശുശ്രൂഷയിൽ നിന്ന് വിരമിച്ചവരുമായ 52 പിതാക്കന്മാരാണ് സിനഡ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്.